പരിചരണ പരിപാടിയിൽപ്പെടുത്തി ആംബുലൻസ് വാങ്ങുന്നതിനായി 12 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന് വിവിധ ജനറൽ കോളനികളുടെ അടിസ്ഥാന വികസനം, ആ അടിസ്ഥാന സൗകര്യത്തിനായി 15 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ വെല്ലാപ്പള്ളി രാമപുരം പഞ്ചായത്തിലെ വെല്ലാപ്പള്ളി ONS കോളനിയിൽ പണികൾ ആരംഭിക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചു. ഇടക്കോലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മാണത്തിന് 12 ലക്ഷം രൂപയും മറ്റ് പുനരുദ്ധാരണ പരിപാടികൾക്കായി 13,20,000 രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. മരങ്ങാട്ടുപടി പഞ്ചായത്ത് പൈക്കാട് നെടുമ്പാറ റോഡിന് 5 ലക്ഷം രൂപയും, വെളിയൂർ പഞ്ചായത്ത് കാഞ്ഞിരമല ചെമ്പോല റോഡിന് 6 ലക്ഷം രൂപയും, രാമപുരം പഞ്ചായത്ത് പുളിക്കപ്പടവ് അറയാനിക്കൽ റോഡിന് 6,82,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. വെളിയൂർ പഞ്ചായത്തിലെ പുതുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കുട്ടികൾക്ക് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി സ്കൂൾ ബസ് വാങ്ങുന്നതിനായി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് 3 വർഷം 100% വിജയം നേടിയ ഹൈസ്കൂളാണ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പുതുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതുകൂടി പരിഗണിച്ചാണ് അവിടേക്ക് യാത്രാ സൗകര്യം കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു സ്കൂൾ ബസ് വേണമെന്നുള്ള ആവശ്യം ജില്ലാ പഞ്ചായത്തിൽ നിന്നും അത് നേടിക്കൊടുക്കുന്നതിനുള്ള തുക മാറ്റിവെച്ചിട്ടുണ്ട്. മരങ്ങാട്ടുപള്ളി, വെളിയൂർ, ഉഴവൂർ പഞ്ചായത്തുകളിൽ ഉഴവൂർ ഡിവിഷനിലെ വിവിധ പഞ്ചായത്തുകളിലായി സോളാർ ലൈറ്റിംഗ് സ്ഥാപിക്കുന്നതിനുള്ളൊരു പ്രൊജക്ട് അത് ഈ വർഷം വെച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പൊതു പ്രൊജക്റ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ആസൂത്രണ സമിതിയുടെ അംഗീകാരം കുറച്ച് കാര്യങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. ഏതാണ്ട് 20 ലക്ഷം രൂപ നമ്മുടെ ഡിവിഷനിൽ അതിൽ നിന്നും വകയിരുത്തി സോളാർ ലൈറ്റിംഗ് സ്ഥാപിക്കുന്നതിനാണ് ഈ വർഷം പദ്ധതിയിൽ തുകപ്പെടുത്തിയിരിക്കുന്നത്. ഉഴവൂർ, മോനിപ്പള്ളി പ്രദേശങ്ങളിൽ ഗുണകരമായ രീതിയിൽ ആറ്റക്കനാൽ തോട് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ. അതോടുകൂടി ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുകയും ആ സൈഡ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തോടുകൂടി അതിനൊരു സൈഡിൽ കൂടി ഒരു പാരൽ റോഡായിട്ട് അത് മോനിപ്പള്ളിയിലേക്ക് ഒരു പുതിയ പ്രവേശന കവാടമായിട്ട് കൂടി മാറുന്ന തരത്തിൽ ആ തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മാണം ഈ വർഷം പൂർത്തീകരിക്കുന്നതിനായി തുക വെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ കരിയർ ഗൈഡൻസ് പരിശീലന പദ്ധതി, അതിനകത്ത് നമ്മുടെ ഡിവിഷനിൽ ഉഴവൂർ ഡിവിഷനിൽ ഇടക്കോലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പുതുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് സ്കൂളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂളിലുമായിട്ടുള്ള കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് പരിശീലന പരിപാടി അത് നടത്തുന്നതിൽ ഈ 3 സ്കൂളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്പൂർണ്ണ പച്ചക്കറി സ്വയം പര്യാപ്ത പഞ്ചായത്തുകളെ മാറ്റുക എന്നുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നമ്മുടെ ഉഴവൂർ ഡിവിഷനിൽ നിന്നുള്ള രാമപുരം പഞ്ചായത്തിന് ഈ വർഷം പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഏതാണ്ട് 13-14 വർഷത്തെ പ്രധാന പദ്ധതികളും ഒപ്പം മാറ്റ പ്രൊജക്റ്റിലും അതുപോലെ തന്നെ സ്പിൽ ഓവർ പ്രൊജക്റ്റിലുമുള്ള പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നു. ഈ പറഞ്ഞ പദ്ധതികൾ ഏതാണ്ടെല്ലാം തന്നെ ടെൻഡർ വർക്കിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ചില പണികളൊക്കെ തന്നെ ആരംഭിച്ച് തുടക്കം കുറിച്ചിട്ടുണ്ട്.